ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. മാപ്സ്റ്റിക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സൂപ്പർ ജിംനി എന്ന സിനിമയുടെ പ്രൊഡ്യൂസറാണെന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ഹായ്, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. ഹലോ, നമസ്കാരം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ ആദ്യം തന്നെ? ഞാൻ രാജേഷ്, മലയാലപ്പുഴ രാജേഷ്. മലയാലപ്പുഴ ഫേമസ് ആയിട്ട് ഒരു ക്ഷേത്രമുണ്ട്, മലയാലപ്പുഴ ഭഗവതി. അങ്ങനെയാണ് മലയാലപ്പുഴ അറിയപ്പെടുന്നത്. ആ നാട്ടിലെ ആ ഭഗവതിയുടെ ഒരു ഭക്തനാണ് ഞാൻ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഈ ഒരു സിനിമയുടെ പ്രൊഡ്യൂസറാണ്. എങ്ങനെയാണ് ഈ ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ ആവാൻ ഉള്ളൊരു തീരുമാനം എടുക്കാനുള്ളൊരു കാരണം? ഞാൻ സിനിമാ പ്രേമിയാണ്. ഞാൻ ചെറുപ്പം മുതൽ ജയൻ്റെ ഒരു ആരാധകനാണ്. ജയൻ സിനിമാ നടൻ ജയൻ്റെ 118 സിനിമകളും തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഇങ്ങനെ കാലഘട്ടം മാറി മോഹൻലാലായി. തിയേറ്ററിൽ മാത്രമല്ല, അന്ന് കോളേജുകളിൽ ഈ ഷോ നടത്തുമായിരുന്നു. ഈ പ്രൊജക്റ്റ് കൊണ്ടുവന്ന് ഷോ നടത്തുമായിരുന്നു. അത് കോളിളക്കം, തടവറ, ഇരുമ്പഴികൾ, അടവുകൾ 18, വെള്ളായണിപ്പരമു, അങ്ങനെ കുറേ ഏറെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് വീട്ടിൽ നിന്ന് ഈ സിനിമ എന്നും പറഞ്ഞ് ഇറങ്ങി പോവാ, സിനിമ കാണാനുള്ള ആഗ്രഹം കൊണ്ട്. അന്ന് എല്ലാ വീട്ടിലൊന്നും TV ഒന്നുമില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ കയറ്റാറില്ല പലപ്പോഴും. അങ്ങനെ വീട്ടിൽ നിന്ന് ഈ സിനിമാ പ്രേമം കൊണ്ട് ഇറങ്ങി ഞാൻ ഏകദേശം 10ാം ക്ലാസ് 91 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പഠിത്തത്തിൽ എൻ്റെ കൂടെ പഠിച്ച പലരും ജഡ്ജിയുണ്ട്, മജിസ്ട്രേറ്റ് ഉണ്ട്, വില്ലേജ് ഓഫീസറുണ്ട്, പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ട്. ഞാൻ മാത്രം ഇപ്പോഴും ഇങ്ങനെ നയിക്കുന്നു. അല്ല, അപ്പോൾ ശരിക്കും എന്താണ് പ്രൊഫഷൻ? എന്താണ് ചെയ്യാത്തതായിട്ടൊന്നുമില്ല, എല്ലാം ഉണ്ട്. സ്റ്റുഡിയോ ചെയ്തിട്ടുണ്ട്. അത് സിനിമയുടെ ഒരു ഭ്രാന്ത് കൊണ്ട് വീഡിയോ കാസറ്റ് ലൈബ്രറി തുടങ്ങി. അത് മോസംബേർ എന്ന് പറഞ്ഞൊരു കമ്പനി വന്ന് സിനിമ കാസറ്റ് പോയി. രണ്ടാമത് അതിനോട് ചേർന്ന് സ്റ്റുഡിയോ തുടങ്ങി. ഒന്നും അറിയാതെ സ്റ്റുഡിയോ തുടങ്ങി. അത് നല്ല വിജയമായിരുന്നു. അത് ഏകദേശം ഈ കൊറോണ വന്ന് സ്റ്റുഡിയോ, പിന്നെ ചെറിയ രീതിയിൽ ഫിനാൻസ് ഒക്കെ ചെയ്തു. അത് കുബേര വന്ന് അതും പൂട്ടി. പിന്നെ തുണിക്കട തുടങ്ങി, അതും ചെയ്തു. അതും ഏകദേശമൊക്കെ കുറച്ച് നാൾ അത് ചെയ്തു. അത് വലിയ പ്രോഫിറ്റ് ഒന്നും ഇല്ലായിരുന്നു, അതും നിർത്തി. ഇപ്പോൾ ഒരു ചെറിയ ഹോട്ടൽ ചെയ്തു. ഹോട്ടലിലാണ് ഇപ്പോൾ. എല്ലാത്തരം എല്ലാം ചെയ്തു. ശരിക്കും ബിസിനസ് ആണോ താല്പര്യം ഉണ്ടായിരുന്നു ചെറുപ്പം മുതലേ? അതൊക്കെ അത് എന്താ പറയുക, അത് ഭഗവതിയുടെ ഒരു തീരുമാനം പോലെയാണ് എൻ്റെ ജീവിതം. മലയാലപ്പുഴ അമ്മ, യെസ്, മലയാലപ്പുഴ അമ്മയാണ് എൻ്റെ എല്ലാം. അപ്പം ഭഗവതി എന്ത് തീരുമാനിക്കുന്നു, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. ഞാൻ പോകുന്ന വഴികൾ ആ ദേവിയെ മനസ്സിലുള്ളത് കൊണ്ട് അതെന്ത് ചെയ്താലും അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഇപ്പൊ ജയന്റ് ഭയങ്കര ഒരു ഫാനാന്ന് പറഞ്ഞു. ശരിക്കും ജയന്റ് സിനിമ കണ്ടപ്പോ ഒരു നടനാവണമെന്നായിരുന്നു ആഗ്രഹം അതോ? അന്ന് ജയന്റ് പിന്നെ ആ പാൻ്റൊക്കെ ഞാൻ തയ്ച്ചിട്ടിട്ടുണ്ട്. അന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമയിൽ എന്തെങ്കിലും വേഷം അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? എന്ത് ക്യാരക്ടർ എന്താണ് പറയാൻ പറ്റുന്നതാണോ? ഇതിലെ ഒരു പലിശക്കാരന്റെ ഒരു വേഷം എനിക്ക് ഡയറക്ടർ തന്നിട്ടുണ്ട്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. നന്നായിട്ടുണ്ടെന്ന് അവർ പറയുന്നു. പക്ഷെ ഞാൻ അത്രത്തോളം തൃപ്തനല്ല. അല്ല, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവില്ലല്ലോ. അതെ അതെ അതെ, അത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. എങ്ങനെ മുഴുനീളം ഒരു ക്യാരക്ടറാണോ? ഇല്ലല്ല, 3-4 സീനേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണോ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്നത്? അതുകൊണ്ട് മാത്രമല്ല, ഈ സിനിമ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, രാജീവ് മലയാലപ്പുഴ. അദ്ദേഹം ഈ സിനിമയുടെ ഷൂട്ടിംഗ് വേളയിൽ ഇതിലെ മെയിൻ ആർട്ടിസ്റ്റ് മീനാക്ഷി എന്ന കഥാപാത്രത്തിന് എൻ്റെ ഹോട്ടലിൽ ഒരു ബിരിയാണി വാങ്ങിക്കാൻ വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഷൂട്ടിംഗ് ഒന്ന് കാണാം, അവിടെ വരുമോ എന്ന് ചോദിച്ചു. എന്താ പോയേക്കാം. യെസ്, ഒരു 4 ദിവസം ഷൂട്ട് കഴിഞ്ഞു. അന്ന് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അതെന്താ കാരണം എന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ പറയുന്നത് സത്യമാട്ടോ, അതുകൊണ്ട് എനിക്ക് വേറെ പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ ഷൂട്ട് കാണാൻ പോയപ്പം ഷൂട്ട് കണ്ടു, തിരിച്ച് വീട്ടിൽ പോയി കണ്ടു. അപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞ് ഈ രാജീവും ഡയറക്ടറും എല്ലാവരും കൂടെ എൻ്റെ വീട്ടിൽ വരുന്നു. ആ വീട്ടിൽ വന്നിട്ട്, രാജേഷേട്ടാ, നമുക്ക് ഈ സിനിമയിലെ പ്രൊഡ്യൂസർ ചെറിയ വിഷയമായിട്ട് ഇത് 4 ദിവസം ഷൂട്ട് കഴിഞ്ഞു, നമുക്ക് മുന്നോട്ട് പോകണം, കുറച്ച് ഫണ്ട് വേണം. അപ്പോൾ നമ്മൾ ഇത്രത്തോളം ഒന്നും പ്രതീക്ഷിച്ചില്ല. വേറെ ആരും നമുക്ക് ഇത് പ്ലാനും ഇല്ലാതെ ചെയ്തതാണ്. അപ്പോൾ പ്ലാനും ഇല്ലാതെ ചെയ്തപ്പോൾ സമയത്ത് ഇത് തുടങ്ങി വെച്ചു. എനിക്കൊരു കാര്യമുണ്ട്, എന്ത് തുടങ്ങിയാലും അത് പൂർത്തീകരിക്കണമെന്നുള്ളൊരു വാശിക്കാരനാണ് ഞാൻ. അപ്പം എൻ്റെ അതെ അതെ. അപ്പം ഞാൻ എന്തൊക്കെ ചെയ്തു, എവിടെ നിന്നൊക്കെ വാങ്ങിച്ചു,
ഇതൊന്നും പറയാൻ പാടില്ലാത്ത, നിനക്ക് വല്ല ആവശ്യം ഉണ്ടോടാന്ന് ചിലപ്പം പ്രേക്ഷകർ ചോദിക്കും. അതെ അതെ അതെ. സിനിമയോടുള്ള ആഗ്രഹവും പിന്നെ എൻ്റെ വാക്കിലും എൻ്റെ നാട്ടുകാരും വിചാരിക്കും ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പം അത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തും ഈ സിനിമ തീർക്കുമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അപ്പൊ ഇതിന്റെ ഷൂട്ടിംഗ് ഒക്കെ എപ്പോഴായിരുന്നു? ഷൂട്ടിങ് 38 ദിവസം ഉണ്ടായിരുന്നു ഷൂട്ടിങ്. അല്ല, ഏത് വർഷമായിരുന്നു? 2024 കഴിഞ്ഞ വർഷം തന്നെ. കഴിഞ്ഞ വർഷം തന്നെ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തു. അത് എന്താണെന്നറിയില്ല, നമ്മുടെ കയ്യിൽ ഏകദേശം വലിയ എമൗണ്ട് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെങ്കിൽ ഈ സിനിമ തീർത്തു. അതിനുള്ള ഫണ്ട് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നൊന്നും എനിക്കും ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ അന്നേരം ചോദിച്ചവരൊക്കെ പൈസ തന്നു. ബാങ്കിൽ പോയപ്പോൾ അവിടെ നിന്ന് എല്ലാം ലോണ് കിട്ടി, കറക്റ്റായിട്ടെല്ലാം കിട്ടി. ഇപ്പോൾ ഈ സിനിമ റിലീസ് ഘട്ടത്തിലെത്തിയിരിക്കുക. 24-ാം തീയതി സിനിമ റിലീസാണ്. അപ്പം എൻ്റെ വിശ്വാസം എല്ലാം മനസ്സിൽ ദൈവം എന്നെ കാത്തോളും എന്നുള്ളൊരു വിശ്വാസമാണ്. പിന്നെ സിനിമയുടെ ഒരു ആരാധന എൻ്റെ മനസ്സിലുണ്ടല്ലോ. അപ്പം അത് വെച്ചിട്ട് നമുക്ക് സിനിമ ചെയ്തു. അപ്പം എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഇത് രക്ഷപ്പെടും എന്നൊരു സാറ്റിസ്ഫാക്ഷൻ. ഞാൻ ഈ സിനിമ കാണുകയും ചെയ്തു. അപ്പം എനിക്ക് സന്തോഷമായി. കണ്ടു, എഡിറ്റ് കഴിഞ്ഞു. ഇനി ഇത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ എല്ലാ പ്രേക്ഷകരും. ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ സംതൃപ്തനാണോ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ? ഞാൻ സംതൃപ്തനാണ്. നമ്മുടെ ആ ബഡ്ജറ്റിലുള്ള സിനിമ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ മോഹൻലാലോ മമ്മൂട്ടി പൃഥ്വിരാജിനെ വെച്ചൊന്നും സിനിമ എടുക്കാനുള്ള നിവൃത്തിയൊന്നും നമുക്കില്ല. നമ്മൾ സാധാരണപ്പെട്ടവരാണ്. അപ്പോൾ സാധാരണപ്പെട്ട ആൾക്കാർ നമ്മളെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്നെപ്പോലുള്ള ഒരാളെ കൊണ്ട് സിനിമ എടുക്കാൻ പറ്റും എന്ന് മാത്രം ഞാൻ കാണിച്ചു കൊടുത്തു. ഇനി നാളെ എന്താണെന്നുള്ളതും എനിക്കറിയില്ല. പക്ഷെങ്കിൽ നമ്മൾ ആ സിനിമ തീർത്തു, സിനിമ തിയേറ്ററിൽ എത്തിച്ചു. ഇനി എല്ലാം തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ്.